ഹലോ. അപ്പോൾ ബാംഗ്ലൂർ വന്നിട്ട് ഇന്ന് കറക്റ്റായിട്ട് പറഞ്ഞാൽ ബാംഗ്ലൂർ വന്നിട്ട് 21ാമത്തെ ദിവസമായി. അപ്പോൾ 21ാമത്തെ ദിവസമായതുകൊണ്ട് എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ ഇങ്ങനെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോടൊപ്പം ബൈ വേണ്ട ഹിന്ദി ബായി അവിടെ പുള്ളിയോട് ഹിന്ദി അറിയാത്ത പറഞ്ഞാൽ ഞാൻ മൊത്തം മറ്റേ ആംഗ്യ ഭാഷയിൽ സംസാരിക്കാറുള്ളൂ. ഇങ്ങനെ അത് കാണുമ്പോൾ പുള്ളിക്ക് മനസ്സിലാവും എന്താ ചോദിക്കണത് ഇങ്ങനെ സാര. അപ്പം എന്താ പറയുക, 21ാമത്തെ ദിവസമായല്ലോ. അപ്പോൾ 21ാമത്തെ ദിവസം എന്ത് മാറ്റം എനിക്കുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് പോന്നിട്ട് ഇവിടെ വന്നപ്പോൾ എന്താണ് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഒത്തിരി ചേഞ്ച് ആയല്ലോ. ചേഞ്ച് ആയതല്ല, കിട്ടാനില്ലല്ലോ, കുറവാണല്ലോ. അപ്പോൾ ഞാൻ 75 കിലോ അടുത്തുണ്ടായിരുന്നു വെയിറ്റ്, എൻ്റെ ബോഡി വെയിറ്റ്. അത് കുറഞ്ഞ് ഞാനിപ്പോൾ ഒരു 69 കിലോ വരെ ആയിട്ടുണ്ട്. അത് ഒരു ഇതും ഇല്ലാണ്ടാണ്, എന്താണ് ശരി വരിക, വർക്കൗട്ടൊന്നും ഇല്ലാണ്ടാണ്. ഞാൻ ഈ നാട്ടിലെ ഇതേ പരിപാടി ഞാൻ നടത്തിയിട്ടുണ്ട്. അതായത് നാട്ടിൽ ഞാൻ എന്താ ചെയ്യുക, വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി 3 മാസം പോയി ജിമ്മിൽ. അതായത് 3 വർഷത്തിനുള്ളിൽ ഓരോ മാസത്തിലും, അതായത് വർഷത്തിൽ 1 മാസം വെച്ച് ജിമ്മിലോട്ട് പോകും. ഏതെങ്കിലും ഫ്രണ്ട്സ് കൂടെ കാണും. അപ്പോൾ ഇവന്മാരുടെ എന്താ 1 മാസം അങ്ങ് പോവും. അപ്പോൾ നമ്മൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, എടാ ഈ മാസം നമ്മൾ സെറ്റാവും, അടുത്ത മാസം വെയിറ്റ് കുറയും. ആ സാധനം കാലിക്കും നടക്കൊന്നുമില്ല. അതൊക്കെ ഇതുവരെ നടന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഈ 3 വർഷങ്ങളിലെ 3 മാസം പോകാത്ത സാധനം ജിമ്മിൽ വന്നിട്ട് ഡയറ്റൊക്കെ കുറേ പ്രാവശ്യം എടുത്തിട്ടുണ്ടെന്ന് നടന്നിട്ടൊന്നുമില്ല. പക്ഷേ ഇത് വിത്തൗട്ട് ഡയറ്റ്, അതായത് ആഹാരം കഴിക്കാനായിട്ട് വിശക്കുന്ന സമയങ്ങളും പോയി കഴിക്കുന്നു, എല്ലാം ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് വെയിറ്റും ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. അതായത് 69 കിലോ അടുത്തായി. അതായത് 6 കിലോ വെയിറ്റ് ഈ കുറഞ്ഞ 20 ദിവസങ്ങൾ കൊണ്ട് എനിക്ക് ഞാൻ കുറച്ചല്ല കേട്ടോ, ഇത് തന്നെ കുറഞ്ഞു പോയതാണ്. ഞാൻ കുറയ്ക്കാനായിട്ട് ആഗ്രഹിച്ച സമയമൊന്നും എനിക്ക് കുറഞ്ഞുമില്ല. എന്നാൽ ഇപ്പോൾ പട്ടിണി കിടന്നിട്ട് കുറയുമെന്ന് പറയില്ലേ, ആ ഒരവസ്ഥയായിട്ട് ഇപ്പോൾ എന്തായാലും കുറഞ്ഞു. അപ്പം ഞാൻ ഹാപ്പിയാണ്. എന്തായാലും നമ്മൾ പറയില്ലേ, നടക്കാത്തൊരു കാര്യം, ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യം അത് തന്നെ അങ്ങ് നടന്നു എന്ന് പറയില്ലേ, നമ്മൾ പോലും അറിയാതെ നടന്നു എന്ന് പറയില്ലേ, അതാ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഹാപ്പിയാണ്. കാരണം വെയിറ്റ് കുറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. കുറച്ച് വിശന്ന് ഒക്കെ ഇരുന്നു, പക്ഷെ എന്നാലും ഹാപ്പിയാണ് വെയിറ്റ് കുറഞ്ഞ കാരണം. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നിപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് നാട്ടിൽ, അല്ല കഴിഞ്ഞ ആഴ്ച ഓണം ഇത് ഞാൻ എവിടെയത് ഓണത്തിനല്ല വിഷുവിന് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ നാളെ തിരിച്ചു വരും. അപ്പോൾ അവൻ നാളെ തിരിച്ചു വരുമ്പോൾ എനിക്കൊരു സാധനമായിട്ടാണ് ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ആ സാധനം ഞാൻ യൂസ് ചെയ്തിട്ട് കുറേ കാലമായിരുന്നു. അപ്പോൾ അതിലൊരു എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക. നാളെ അത് കഴിക്കണമല്ലോ, നാളെ അത് കഴിക്കണമെന്നല്ല, നാളെ യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു സസ്പെൻസ് കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സാധനം എന്താണെന്ന് പറയാത്തത്. അപ്പോൾ ദാറ്റ്സ് നൈസ് സ്റ്റഫ്. നമ്മളത് എനിക്കൊക്കെ നൈസായിട്ട് തോന്നും കേട്ടോ, അങ്ങനെ ഒരു സാധനം അത്. അപ്പോൾ അത് നാളെ പിക്ക് ചെയ്യണം. പോയിട്ട് രാവിലെ അവന് 6-7 മണിക്ക് വരും. അപ്പോൾ ആ സാധനം പോയി എടുത്തിട്ട് ബാക്കിയുള്ള ദിവസം നാളെ കാണാം. അപ്പോൾ ഇതിങ്ങനെ കാണിച്ച് അവസാനിപ്പിക്കുക. ഇത് മറ്റേ ആരുടെയോ കോപ്പി കേട്ടോ, പക്ഷെ ഞാൻ പറയൂല, അത് കുഴപ്പമില്ല. കോപ്പി അടിച്ചാലും കുഴപ്പമൊന്നുമില്ല.